ഇന്ന് അർദ്ധരാത്രി മുതൽ നമ്മുടെ രാജ്യം 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യേണ്ടത് വിശ്വാസികളായ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ലൈൻ ശകർത്തും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, വർദ്ധിപ്പിച്ചു തരുന്നതാണ് അള്ളാന്റെ വാക്ക്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം പ്രിയമുള്ളവരെ നമ്മൾ വിചാരിക്കുന്നത് പോലെ സാമ്പത്തികമായ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നല്ല. ഒരുപാട് അനുഗ്രഹങ്ങളാണ് അള്ളാഹു തആല മനുഷ്യർക്ക് ഭൂമിയിൽ നൽകിയിട്ടുള്ളത്. അതിൽപ്പെട്ട ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ് എന്ത്? ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഒരിടത്ത് താമസിക്കാൻ പറ്റുന്നുള്ളത്. സ്വസ്ഥതയോടെ സമാധാനത്തോടെ മാനസികമായി വലിയ പ്രയാസങ്ങളില്ലാതെ തന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടാതെ ഒരു നാട്ടില് നിർഭയത്വത്തോടെ താമസിക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്ത ഏറ്റവും നല്ല അനുഗ്രഹമാണ്. എപ്പോഴും ഭയത്തോടുകൂടെയും പ്രയാസത്തോടുകൂടെയും ആ നിലക്കുള്ള വിഷമത്തോടുകൂടെയും ജീവിക്കുന്ന ആളുകൾ ഇന്ന് ഉണ്ട്. ഫലസ്തീന് പോലെയുള്ള രാജ്യങ്ങളൊക്കെ നാടുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. നരകതുല്യമായ ജീവിതമാണ് പലപ്പോഴും അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജീവിക്കാൻ നമുക്കറിയാം, മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് പല ഭരണകൂടങ്ങളെ അപേക്ഷിച്ച് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമുക്ക് സമ്മാനമായിട്ട് കിട്ടിയതൊന്നുമല്ല, സമ്മാനമായി ലഭിച്ചതല്ല. അനേകം മനുഷ്യരുടെ ജീവനും കണ്ണീരും ത്യാഗവും സഹനവും ചേർന്നുകൊണ്ടാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അത് ഒരൊറ്റ സമുദായത്തിന്റെ മാത്രം സംഭാവനയിലൂടെ നേടിയതല്ല. ഹിന്ദുവും മുസ്ലിമും സിഖും ക്രിസ്ത്യാനിയും ഉൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങളുടെ ത്യാഗവും പോരാട്ടവും ചേർന്നാണ് ഇന്ത്യ, പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം സമൂഹം നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന മുസ്ലിം വിവിധ സമരങ്ങളിൽ, വ്യത്യസ്തമായ സമരങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കന്മാരും സാധാരണ ജനങ്ങളൊക്കെ സജീവമായിട്ട് പങ്കെടുത്തു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ബഹദൂർ ഷാ സഫർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് വിവിധ മതവിഭാഗങ്ങളിലുള്ള ആളുകൾ, വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന്റെ കീഴിൽ ഒന്നിക്കാണ്. ആലോചിക്കണം ഒരു മുസ്ലിം ആരുടെ പിന്നിലാണ് മറ്റുള്ള മതക്കാർ ഒന്നിക്കുന്നത്. വളരെ പ്രായമായ ഈ മനുഷ്യന്, വളരെ പ്രായം ചെന്ന ഈ മനുഷ്യനെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് ഡൽഹി തിരിച്ചു പിടിച്ചപ്പോ അദ്ദേഹത്തെ നാടുകടത്താണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മക്കളെ കൊന്നു. അദ്ദേഹത്തെ റാംഗൂണിലേക്ക് നാടുകടത്തി. സ്വന്തം നാടായ ഡൽഹിയിൽ നിന്ന് അകന്ന് തന്റെ ജീവിതത്തിന്റെ അവസാന കാലം ഒരു അന്യ നാട്ടിൽ കഴിയേണ്ടി വന്നപ്പോ അദ്ദേഹം തന്റെ വേദന, പ്രിയമുള്ളവരെ, പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, എത്ര നിർഭാഗ്യകരമായ ഒരു യാത്രയാണിത് എന്നാണ്. നാടുകടത്തം പറയാണ്, അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാണ്, എത്ര നിർഭാഗ്യകരമായൊരു യാത്രയാണിത്. പ്രിയപ്പെട്ട നാട്ടില്, ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ നാട്ടില് എന്നെ അടക്കം ചെയ്യാൻ, എന്നെ കബറടക്കാൻ 2 മുഴം മണ്ണ് പോലും എനിക്ക് ലഭിക്കാതെ വന്നല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന അദ്ദേഹത്തെയാണ്, പ്രിയമുള്ളവരുടെ, ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മൗലാന അബുൽ കലാം ആസാദ് സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖ നേതാവായിരുന്നു അദ്ദേഹം. ഹിന്ദു മുസ്ലിം ഐക്യത്തിനും ദേശീയ ഐക്യത്തിനും അദ്ദേഹം ശക്തമായിട്ട് വാദിച്ചിട്ടുണ്ട്. പിന്നീട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി. അദ്ദേഹം ഇതിനു വേണ്ടി, ഈ രാജ്യത്തിനു വേണ്ടി, നമുക്ക് വേണ്ടി അദ്ദേഹം എത്രയോ തവണ, പ്രിയമുള്ളവരെ, ജയിലിൽ അദ്ദേഹം ചെന്നിട്ടുണ്ട്, ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. അബ്ദുൽ ഗഫാർ ഖാൻ, മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി ഹക്കീം, അജ്മൽ ഖാൻ തുടങ്ങിയ നിരവധി മുസ്ലിം നേതാക്കന്മാർ ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുത്തു. ഒരു മനുഷ്യന് സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വീണ്ടും വീണ്ടും ജയിലിൽ പോകാൻ കഴിയുമെങ്കിൽ
അങ്ങനെയുള്ള ത്യാഗത്തിന്റെ യഥാർത്ഥ പ്രതീകമാണ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, മൗലാന അബുൽ കലാം ആസാദൊക്കെ. ജയിലിലും തളരാത്ത മനസ്സായിരുന്നു അവർക്ക്. എന്ത് പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം സൗകര്യങ്ങളും കുടുംബജീവിതവും ഉപേക്ഷിച്ച് വർഷങ്ങൾ സമരം ചെയ്ത വ്യക്തിത്വങ്ങളാണ് അവര്. ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു സംഭവമാണ് എന്താ നിങ്ങൾ അഷ്റഫുല്ല ഖാന്റേത്. കാക്കോറി സംഭവവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കോടതിയിൽ വധശിക്ഷ വന്നു. 27 വയസ്സ് മാത്രമേ പ്രായമുള്ളത്. 27 വയസ്സ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എത്രയോ അവസരങ്ങളാണ്. ജീവിതം മുന്നിൽ കിടക്കുകയാണ്, അല്ലെ? തൂക്കുകയറി വിധിക്കപ്പെടുകയാണ്. പക്ഷേ അദ്ദേഹം ഭയന്ന് പിന്മാറല്ല ചെയ്തത്. ആ വധശിക്ഷക്ക് മുമ്പും അദ്ദേഹം തന്റെ വിശ്വാസത്തിലും തന്റെ രാജ്യസ്നേഹത്തിലും ഉറച്ചു നിന്നു. ഒരു യുവാവിന്റെ കഴുത്തിൽ കയറ് വീണപ്പോ ഒരുപക്ഷെ അവസാനിച്ചത് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ ജീവിതമായിരിക്കും. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ത്യാഗം ഒരിക്കലും ചരിത്രത്തിൽ മരിച്ചിട്ടില്ല. ഇന്നും അദ്ദേഹം തോർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് കിട്ടിയ മണ്ണാണ് പ്രിയമുള്ളവരെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മണ്ണ്. ആ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ ശ്വസിക്കുന്ന ഈ വായുവിന്, ആ വായുവിന്റെ പിന്നിൽ അനേകം മനുഷ്യരുടെ കണ്ണുനീരുണ്ട്. നമ്മളിന്ന് സ്വതന്ത്രമായി ഈ പള്ളിയിൽ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിന്റെ പിന്നിൽ ഒരുപാട് മുസ്ലിങ്ങളുടെ ത്യാഗമുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലെങ്കിലും, അവർക്കത് ലഭിച്ചിട്ടില്ലെങ്കിലും നമുക്കത് കിട്ടണമെന്നവർ ആഗ്രഹിച്ചു. അവർ സ്വന്തം നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും വരും തലമുറ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പോരാടിയവരാണ് അവര്. ആ രാജ്യത്തെ പ്രിയമുള്ളവർ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ നമുക്ക് പറ്റണം. ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് നമ്മുടെ ആദർശം ഉൾക്കൊണ്ട് ആരുടെ മുമ്പിലും നമ്മുടെ ആദർശത്തെ പണയം വെക്കാതെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.